BS സുനിൽകുമാർ. എന്താണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഫ്ലഡ് വന്നു, കോവിഡ് വന്നു, ഒരു കൈലിമുണ്ട് മടക്കി കുത്തിയിട്ട് ആള് ജനങ്ങളുടെ ഒപ്പം ഇറങ്ങുകയാണ്. മറ്റു രണ്ടാൾക്കാർക്കും അത് സാധിക്കില്ല. അപ്പോൾ ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്നതാണ് ഒരു ജനപ്രതിനിധി ആവേണ്ടത്. അതുകൊണ്ട് BS സുനിൽകുമാറാണ് ഇവിടെ ജയിക്കുക. അത് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. സുരേഷ് ഗോപി എന്താണ് MP ഫണ്ടാണ് ഈ 1 കോടി, അല്ലാതെ കണ്ട് സുരേഷ് ഗോപിയുടെ വീട്ടിൽ നിന്ന് എടുത്ത കാശല്ല. MP ഫണ്ടാണ് 1 കോടി ഇവിടെ ചെയ്യുന്നത്. ഈ 5 കൊല്ലം ഇരുന്നിട്ട് അതിൽ1 കോടിയല്ലേ അതെ, ഒരു കൊല്ലത്തിൽ 7 കോടി വീതം ഉണ്ട്. അതിൽ1 കോടിയാണ് തൃശ്ശൂർ ചിലവാക്കിയെന്ന് പറയുന്നത്. അപ്പോൾ സുനിൽകുമാർ മന്ത്രിയായിരുന്നു ആ സമയത്ത്, എത്രയോ MLA ആയിരുന്ന സമയത്തും എത്രയോ കോടികൾ ഇവിടെ ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആ ഫ്ലഡ് വന്ന സമയത്ത് നമ്മുടെ ഏനാമാവ് ബണ്ട്, അതുപോലെ അയ്യന്തോള് പഴക്കപ്പാടത്തോ അവിടെയൊക്കെ ഫ്ലഡ് വന്ന് ഭയങ്കര വെള്ളം ഇതായപ്പോൾ ആള് ഒരു കൈലിമുണ്ട് കൊടുത്തിട്ട് നടക്കുകയായിരുന്നു ഈ ജനങ്ങളുടെ കൂടെ. അത് ഈ ഒരു സുരേഷ് ഗോപിക്കും പറ്റില്ല, മുരളീധരനും പറ്റില്ല. അത് ഞങ്ങൾക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. പത്മജ ഒരു എന്തിനെങ്കിലും ഒരു ഇതിന് പങ്കെടുത്തത് നിങ്ങളായിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് ഇലക്ഷൻ്റെ സമയത്ത് ഒരു പ്രകടനത്തിന് ഇറങ്ങുന്നോ അങ്ങനെ അല്ലാതെ കണ്ട് പത്മജ എവിടെയെങ്കിലും ഒരു ഇത് ചെയ്യണത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ആള് ഷൈൻ ചെയ്യാൻ മാത്രം ഇറങ്ങുന്ന ഒരാളാണ്. BJPക്ക് കുറെ ഫണ്ടുണ്ട് എന്ന് പറയുന്നു. പിന്നെ സുരേഷ് ഗോപി ഒരു താരാണ്. ഇപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായിരുന്നു സുരേഷ് ഗോപി എന്ന താരത്തിന്. എനിക്ക് താല്പര്യമില്ല. കാരണം ആൾ ഓരോ ദിവസം പറയുന്നതും ഇതും ആൾ പറയണു ആളുടെ മോള് മരിച്ച കാരണം കൊണ്ടാണ് ഈ 10-30 വയസ്സായ സ്ത്രീകളെയും കുട്ടികളെയും കെട്ടിപ്പിടിക്കുക എന്ന് പറയണം. ഇപ്പോൾ അമൃത ചാനലിൽ കയറി നിന്നിട്ടാണ് പറഞ്ഞത് കെട്ടിപ്പിടിച്ച് വേർപ്പിൻ്റെ മണം വലിച്ചെടുക്കണം എന്ന് അമൃത ചാനലിൽ കയറി നിന്നിട്ടാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അപ്പോൾ അതൊരു ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 5 വയസ്സിന് താഴെയുള്ളൊരു കുട്ടികളെ കണ്ടു ചെന്ന് എടുത്ത് ഉമ്മ വയ്ക്കുന്നു, അല്ലെങ്കിൽ ആ കുട്ടികളെ കുഞ്ചിക്കുന്നു എന്നുണ്ടെങ്കിൽ ശരിയാണ്. ആ മോള് മരിച്ചതിൻ്റെ ആ ഒരു വിഷമം ആ അച്ഛനുണ്ടായിരിക്കാം എന്ന് പറയും. പക്ഷെ ഒരു പ്രായപൂർത്തിയായ സ്ത്രീകളൊക്കെ പിടിച്ച് കെട്ടിപ്പിടിച്ചിട്ട് വയ്ക്കുക, അതേപോലെ ഓപ്പണായിട്ട് ഇത്രയും കോടി ജനങ്ങൾ കാണുന്ന ഒരു ചാനലിൽ കയറി നിന്നിട്ട് ഇങ്ങനത്തെ ഒരു അസഭ്യമൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ ശരിയാണോ? ഞങ്ങളുടെ ഒപ്പം ഇറങ്ങി, ഞങ്ങൾക്കൊരു വിഷമം വരുമ്പോൾ ഒപ്പം ഇറങ്ങി ഞങ്ങളുടെ കൂടെ മുണ്ടുമടക്കി കുത്തി ഞങ്ങളുടെ കൂടെ ഇറങ്ങുന്ന ഒരാളെയാണ് ഞങ്ങൾക്ക് ആവശ്യം. അത് സുനിൽകുമാർ മാത്രമേ ഉള്ളൂ. ബാക്കി രണ്ടാൾക്കും ആ ഒരു ക്വാളിറ്റി ഇല്ല, തീർത്ത് പറയാം. ഇപ്പം സുരേഷ് ഗോപിക്ക് എന്താ പറയുക, വെയിൽ കൊണ്ടാൽ പറ്റില്ല എന്ന് ഓപ്പണായിട്ട് ആണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് വിയർപ്പ് ഇതാക്കാൻ പറ്റില്ല, വെയിൽ കൊള്ളാൻ പറ്റില്ല എന്ന്. വെയിൽ കൊള്ളാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് രാഷ്ട്രീയ പ്രവർത്തനം? വെയിൽ കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് രാഷ്ട്രീയ പ്രവർത്തനം? രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുകയാണെന്ന് വെച്ചാൽ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ വെയിൽ കൊള്ളേണ്ടി വരും, മഴ കൊള്ളേണ്ടി വരും. അതേപോലെ ചിലപ്പോൾ അഴുക്കുചാലുകളിലൊക്കെ നമ്മൾ കൊണ്ടുവരും. അതൊന്നും ഇവർക്ക് പറ്റില്ല. അവരുടെ ഡ്രസ്സും ഇതും ശരിയാവണ കാര്യമില്ല. അപ്പം അതേപോലെ ഒരു ആണുങ്ങളെയും സുരേഷ് ഗോപി കെട്ടിപ്പിടിച്ചതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ഒക്കെ സ്ത്രീകളെ കെട്ടിപ്പിടിക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ ഇതിലെ ഒരു 2 മുണ്ടും ഇതൊക്കെ ഇട്ടിട്ട് പോയി. ആ പോയപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വയസ്സായ ഒരു അമ്മയും ഒരു അച്ഛനും വന്ന് കെട്ടിപ്പിടിക്കാൻ വന്നു. തള്ളി മാറ്റിയിട്ട് പോയി ആളെന്തിനാണ് ആ കഴുത്തിൽ ഇതിട്ടിട്ട് പോയേ? എന്തിനാണ്? പിന്നെ ഒരു ബൈറ്റ് കേട്ടു പ്രജകളുണ്ടെന്ന്. രാജഭരണമൊക്കെ ഏത് കാലത്ത് പോയി ഇവിടുന്ന് ഇല്ലേ? പിന്നെ എന്താ പ്രജ എന്ന് പറഞ്ഞ്? ബോധമില്ലായ്മ കൂടി വരുന്ന. അപ്പം അങ്ങനത്തെ ബോധമില്ലാത്ത ഒരാളെ നമുക്ക് തൃശ്ശൂരിന് കിട്ടിയിട്ട് എന്താ കാര്യമില്ല. ഇപ്പോൾ സുനിൽകുമാർ വന്ന സമയത്ത് എത്രയോ കൃഷിമന്ത്രിയായിരിക്കുന്ന സമയത്ത് എത്രയോ വൈകി നടന്നു ഇല്ലേ? ഇവിടെ എത്ര ദിക്കുന്നു. ഞാനൊക്കെ വിത്തുകൾ മേടിച്ച് കൊണ്ടുപോയിട്ട് എൻ്റെ വീട്ടിലൊക്കെ
കൃഷി നടത്തുന്ന ഒരു ഇതാണ്. എത്രയോ വിത്തുകൾ നമുക്ക് ഇവിടെ തന്നെ കിട്ടാത്ത കാർഷിക കോളേജിൽ കിട്ടാത്ത വിത്തുകൾ ഒക്കെ ഞങ്ങൾക്ക് വൈഗയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെ? അതൊക്കെ മിടുക്ക് സുനിൽകുമാറിൻ്റെ മിടുക്കാണ്. ഇപ്പോൾ കുറേ സ്ത്രീകൾ, കുറേ വീട്ടമ്മമാർ കൃഷി അവരാരെ വീട്ടിലത്തെ കാര്യങ്ങൾക്ക് കൃഷി ചെയ്ത് ഇതാണ്. അതൊക്കെ സുനിൽകുമാറിൻ്റെ നല്ലൊരു ഇതുണ്ട്, പ്രചോദനം ഞങ്ങൾക്കുണ്ട്. ഇപ്പം ഇന്ന് തണ്ണിമത്തൻ കൃഷി ചെയ്തു, വിളവെടുപ്പായിരുന്നു. ആർക്കാ അത്? സുരേഷ് ഗോപിക്ക് പറ്റുമോ? ഈ കെ മുരളീധരന് പറ്റുമോ? പറ്റില്ല. പാടത്തിറങ്ങിയിട്ട് പണിയെടുക്കാൻ അവർക്ക് രണ്ടാൾക്കും പറ്റില്ല. അത് സുനിൽകുമാറിനെ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരാളാണ് തൃശ്ശൂർക്ക് വേണ്ടത്. അങ്ങനത്തെ ഒരാളെ ജയിക്കുമോ?